ഓക്കെ. ആ ഇരുന്നണീക്ക് സ്പീഡിൽ ഇരുന്നണീച്ചോളി. ഇത് കുറച്ച് മാസക്കണക്കിന് ഓഫായി കിടന്ന കേസായതുകൊണ്ട് നീര് ഒഴിഞ്ഞു പോണേലേ ഒരു പ്രയാസം ഉണ്ടാവും. ഒരു 10-15 ദിവസം നല്ലോണം ഇളകിയോണ്ട് നിൽക്കണം. നമ്മൾ 2 മാസം കിടന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് പിന്നെ ഒരു മാസം ഞാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രൊഫസറെ മരുന്ന് 500 രൂപ കാണുന്നതിന് 500 രൂപ അല്ലേ ആ മരുന്ന് കഴിച്ചിട്ട് അത് മാറ്റില്ല. കാല് നിർത്താൻ വയ്യ. നേരം ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഭയങ്കര വേദന, കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യാത്ത പോലെ. ഇപ്പം നെഞ്ഞിലൂടെയൊക്കെ വേദന വേദന. ഇത് പത്തരായി തുടങ്ങിയിട്ട് അപ്പോൾ ഈ 2025 ഈ സമയത്താണ് തുടങ്ങുന്നത്. തുടങ്ങുന്നത്. അതിൻ്റെ ഒരു 2 ദിവസം മുമ്പ്, ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ പിന്നെ വെറുതെ കാണിക്കാൻ പോയി. ഇങ്ങനെ ഡിസ്ക് ഉണ്ടായിട്ട് കുറമ്പൊക്കെ വേദന ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ വേദന ഉണ്ട്. കുറേ ജോലിയാണ്. ഞാൻ പറവിൻ്റെ തേപ്പിന് പണിക്ക് പോയി. വാർപ്പിന് ആകെ എല്ലാം കൊണ്ട് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടായി ഈ അസുഖം കൊണ്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടേക്ക് കാണിച്ചത്? ഞാൻ ഡെയ്സ്മെല്ലിൽ കാണിച്ചതാ. ഡെയ്സ്മെല്ലിൽ എത്ര കാണിച്ചു? ഡെയ്സ്മെല്ലിൽ അവിടെ വെറുതെ 25 ദിവസം കിടന്നു, 26 ദിവസം കിടന്നു. 26 ദിവസം കടന്നു. പിന്നെ റിപ്പോർട്ടൊക്കെ അപ്പോൾ ഞാൻ നമുക്കിങ്ങനെ വേദന ഉണ്ട്, ഇറക്കുമ്പോഴൊക്കെ വേദന ഉണ്ട്. ചിലപ്പോൾ ഇതാവും. ഒന്ന് കുനിഞ്ഞാണി, വളരെ സ്ലോയിൽ നടക്കാൻ കഴിയുള്ളൂ അല്ലേ? ഒന്ന് കുനി. മനസ്സിലുണ്ട്. കുനിയാനും കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയോ? ഇങ്ങനെ ഇരിക്കാൻ കഴിയോ? കഴിയില്ല. നമുക്ക് വലിച്ചു തരുന്നുണ്ട് അല്ലേ? സ്പീഡാണ് കാല് പൊക്കിച്ച്. വലത്തോട്ട് അടുത്തോട്ട് പിരിഞ്ഞാണിക്ക് ശരീരം. കുനി. തട്ടിക്കോട്ടെ. ഓക്കെ. ഇരുന്നണീക്ക് സ്പീഡിൽ ഇരുന്നണീച്ചോളി. ഇത് കുറച്ച് മാസക്കണക്കിന് ഓഫായി കിടന്ന കേസായതുകൊണ്ട് നീര് ഒഴിഞ്ഞു പോണേലേ ഒരു പ്രയാസം ഉണ്ടാവും. ഒരു 10-15 ദിവസം നല്ലോണം ഇളകിയോണ്ട് നിൽക്കണം. ഫ്ലെക്സിബിൾ ലൂസാവും. നിങ്ങളെ വെയിറ്റ് നിർത്താണെങ്കിൽ ഞാൻ വെയിറ്റ് കുഞ്ഞ് എടുത്താണെങ്കിൽ വെയിറ്റ് ഉണ്ട്. പൊക്കിക്കോളി. ഓ താത്തിയോളി. നിങ്ങൾ എന്ത് പഠിക്കാൻ പോയിനി ആദ്യം? പടവിലൊക്കെ പഠിക്കുന്നത് വെച്ചോളി.